ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2021. ഇന്ന് ജൂലൈ മാസം 13-ാം തീയതി, 194-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ക്രിസ്തുയേശു പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുകൾ ഉണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്നിനെ കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തുന്നതുവരെ അന്വേഷിച്ച് നടക്കുകയില്ലയോ? ഒരു ചോദ്യമായിരുന്നു. ഏതാണ്ട് ഉറപ്പോടുകൂടി, അന്വേഷിച്ച് നടക്കുമെന്ന ഉറപ്പോടുകൂടി. ആരെ അന്വേഷിച്ച് ആര് നടക്കുമെന്ന? കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ച് അതിൻ്റെ ഉടമസ്ഥനോ കാവൽക്കാരനോ അന്വേഷിച്ച് ഇറങ്ങുമെന്ന്. നിങ്ങളിൽ ആരാണ് അങ്ങനെ ചെയ്യാത്തത്? എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്തു നിന്നാണ്. ശരിയായിരിക്കാം, നമ്മളിൽ എല്ലാവരും തന്നെ കാണാതെ പോയതിനെ, നഷ്ടപ്പെട്ടതിനെയൊക്കെ തേടി ഇറങ്ങുമായിരിക്കും. യേശുവിന്റെ ഉറപ്പല്ലേ? അതിനെ അവിശ്വസിക്കണ്ട, തള്ളിക്കളയുകയും വേണം. പക്ഷേ ഞാൻ എന്നിലേക്ക് തന്നെ കാര്യമായിട്ടൊന്ന് തിരിഞ്ഞ് എത്തുമ്പോൾ ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്. 100 എണ്ണം ഉള്ളതിലാണ് ഒരെണ്ണം കാണാതെ പോകുന്നത്. അത് ഞാൻ അറിയൂ? അങ്ങനെ ഒരു ചോദ്യം എന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. 100 എണ്ണത്തില് ഒരെണ്ണം പോയാൽ ഞാനത് അറിയാൻ സാധ്യതയുണ്ടോ? അറിഞ്ഞാൽ തന്നെ അത് പരിഗണിക്കുമോ ഗൗനിക്കുമോ എന്നത് അടുത്ത ചോദ്യമാണ്. അതിലേക്കെത്താൻ വരട്ടെ. അതിനു മുമ്പ്, ഒന്ന് കാണാതെ പോയാൽ, ഒന്നിനെ എവിടെയോ എങ്ങനെയോ നഷ്ടപ്പെട്ടാൽ, നഷ്ടപ്പെടുത്തിയാൽ അത് ഞാൻ തന്നെ എന്നെങ്കിലും എപ്പോഴെങ്കിലും തിരിച്ചറിയൂ? നല്ല സംശയമാണ്. തിരിച്ചറിയാൻ യാതൊരു സാധ്യതയില്ല എന്ന ഒരു ഉത്തരവുണ്ട് എൻ്റെ ഉള്ളിൽ. ഞാനത് നിങ്ങളെ നോക്കി കണ്ടെത്തിയതല്ല. ഞാൻ എന്നിലേക്ക് തന്നെ കുറച്ച് അല്പം സത്യസന്ധമായി ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടെത്തിയതാണ്. നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളുടെ സ്ഥാനത്തെ, മാനത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പോലുമില്ല. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഒരു വലിയ സ്ഥാനമുണ്ട് ഓരോരുത്തർക്കും. ആ ഇടമാണ് എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടത്. അതിലും വലിയൊരു ദുരന്തമാണ് അങ്ങനെയൊരു നഷ്ടം എന്നിൽ സംഭവിച്ചതായിട്ട് ഞാൻ ഇതുവരെ മനസ്സിലാക്കാതെ പോകുന്നത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.